الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, രക്ഷിതാക്കൾ, സഹോദരങ്ങളെ, വിശുദ്ധ റബീഉൽ അവ്വൽ ആഗതമാകുമ്പോഴേക്ക് തന്നെ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസത്തെ വരവേൽക്കാനുള്ള ഉത്സാഹമാണ്. എല്ലാ നാട്ടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, കർണാടക അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രസ്ഥാന കുടുംബം SYSന്റെ സാരഥ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസത്തെ വരവേൽക്കാനും ഒരിക്കൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും അറിവുകളും പങ്കുവെക്കാനും പ്രൗഢമായ ഒരു സദസ്സ് ഒരുക്കിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ലോകത്തേക്ക് അയച്ചത് ഒരു ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടിയാണ്. എന്താണ് ആ ഡ്യൂട്ടി? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുകയും അംഗീകരിക്കുകയും അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ ശിരസാവഹിക്കുകയും ചെയ്യുക. അതിനാണ് നമ്മെ അല്ലാഹു തആല ഇങ്ങോട്ട് അയച്ചത്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, അല്ലാഹുവിനെ അറിയാനും ആരാധിക്കാനുമല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണെന്നും അവനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്നും അവന്റെ വിശേഷണങ്ങൾ അഥവാ സിഫാത്തുകൾ ഏതാണെന്നും എല്ലാം നമുക്ക് എത്തിച്ചു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്.
മാത്രമല്ല ഈമാൻ എന്നതിൻ്റെ സാങ്കേതിക അർത്ഥം മഹാന്മാരായ ഇമാമുകൾ നമ്മെ പഠിപ്പിച്ചു തന്നത് അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉഹു ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചു തന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് അംഗീകരിച്ച് ബോധ്യത്തോടുകൂടി ഉൾക്കൊള്ളുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ലോകത്ത് ഒരു ദൗത്യമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത വിധം ഉൾക്കൊണ്ട് ഏറ്റെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ബരീറ എന്ന സ്വഹാബി വനിത കഅബാലയം തവാഫ് ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ ഭർത്താവിനോട് വലിയ താല്പര്യം ഇല്ല. അവർ ഒരുമിച്ചുള്ള ജീവിതം അത്ര തൃപ്തികരമായ ജീവിതം അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയം ബരീറ എന്നവരുടെ ഭർത്താവ് പിന്നിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോവുകയാണ്. ഭാര്യയോട് അദ്ദേഹത്തിന് സ്നേഹമുണ്ട്, അവർക്ക് ഭർത്താവിനോട് താല്പര്യം ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുള്ളവരോട് ചോദിച്ചു, കണ്ടില്ലേ, ബരീറയ്ക്ക് അയാളോട് ഇഷ്ടം ഇല്ല, അയാൾക്ക് ബരീറയോട് താല്പര്യമുണ്ട്. തവാഫ് കഴിഞ്ഞപ്പോൾ ബരീറയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആ ഭർത്താവിനെ ഒന്ന് സ്വീകരിച്ച് ജീവിതം മുന്നോട്ട് പോയിക്കൂടെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ചോദിച്ചു, യാ റസൂലല്ലാഹി, അല്ലാഹുവിന്റെ തിരുദൂതരെ, അതഅമുറുനി, അവിടുന്ന് എന്നോട് കൽപ്പിക്കുകയാണോ ഞാൻ അങ്ങനെ ചെയ്യാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അവിടുന്ന് എന്നോട് കൽപ്പിക്കുകയാണോ എന്റെ ഭർത്താവിനോടൊപ്പം എന്റെ ജീവിതം തുടരാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ, ഞാൻ കൽപ്പിക്കുകയല്ല, ഒന്ന് ശുപാർശ ചെയ്തു നോക്കുകയാണ്. അപ്പോൾ മഹദി അവർകൾ പറഞ്ഞു, എനിക്ക് ഒരു ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ടത് അയാളിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ എങ്ങനെ അവരോടൊപ്പം ജീവിക്കും? ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാമുകൾ പറഞ്ഞു, സ്വഹാബി വനിതയുടെ ചോദ്യത്തിന്റെ താല്പര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് ആലോചിക്കാൻ ന്യായമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന നിരസിക്കാൻ ന്യായമുള്ള കൽപ്പനയല്ല. അവിടുന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ തട്ടിക്കളയാൻ ന്യായമില്ല.
അതാണ് ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ അടിസ്ഥാനം. അപ്പോൾ ഈ ലോകത്ത് നമുക്കെല്ലാവർക്കുമുള്ള ദൗത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണം, മനസ്സിലാക്കണം, അവിടുത്തെ കൽപ്പനകൾ ഉൾക്കൊള്ളണം, അവിടുന്ന് പറഞ്ഞ വഴിയിലൂടെ ജീവിച്ചു മരിക്കണം. ഇത് മാത്രമേ ഈ ലോകത്ത് നമുക്ക് ദൗത്യമായി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. റബീഉൽ അവ്വൽ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ അറിയുകയാണ്. അറിഞ്ഞാലും തീരാത്ത ഒരു ലോകമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അഖില്ലായ മൻ യുഹ്സീ മദീഹ മുഹമ്മദി ഫഫീ മദ്ഹിഹി കുതുബുൻ മിനല്ലാഹി തുഖറഊ. ഓ കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളും പ്രകീർത്തനങ്ങളും എങ്ങനെയാണ് പറഞ്ഞ് പൂർത്തിയാക്കാൻ സാധിക്കുക? ഒരിക്കലും സാധ്യമല്ല. കാരണം അല്ലാഹുവിന്റെ പവിത്രമായ ഖുർആനും പരിശുദ്ധമായ വേദങ്ങളും ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളും നിരന്തരമായി വായിക്കപ്പെടുകയാണ്, പാരായണം ചെയ്യപ്പെടുകയാണ്. ഖുർആൻ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് യാർഖാൻ അൻ-നഈമി റഹ്മത്തുള്ളാഹി അലൈഹി ഉറുദുവിലെ 15 വാള്യത്തിലേറെയുള്ള ഖുർആൻ വ്യാഖ്യാനത്തിന്റെ കർത്താവ്, തഫ്സീറെ നഈമിയുടെ കർത്താവ്, ഷാനെ ഹബീബുർ റഹ്മാൻ ഫി ആയാത്തിൽ ഖുർആൻ മിൻ ആയാത്തിൽ ഖുർആൻ എന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഖുർആനിലെ ഓരോ സൂക്തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളാണ്. ഖുർആനിലെ ഓരോ ആയാത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഖുർആൻ ശരിക്കും മനസ്സിലാക്കാൻ ഒരാൾ തുടങ്ങിയാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ചു തുടങ്ങാൻ കഴിയും. ഈ കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ ലഖ്നൗവിൽ ആയിരുന്നു. ഇമാം അഅ്ല ഹസ്രത്ത് ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉറൂസിന്റെ മുന്നോടിയായി ലഖ്നൗ സിറ്റിയിൽ നടന്ന അഅ്ല ഹസ്രത്ത് സെമിനാറിൽ സംബന്ധിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ ഒരു മുഫ്തിയുണ്ട്, വളരെ സീനിയറായ ഒരു പണ്ഡിതൻ. മഹാനവറുകളുടെ അടുക്കൽ പോയി. ഞങ്ങൾ അവിടെ എത്തിയത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹൈ അൽ ലഖ്നവി റഹ്മത്തുള്ളാഹി അലൈഹിയെ സിയാറത്ത് ചെയ്യാൻ പോയതിനു ശേഷമാണ്. ആരാണ് അബ്ദുൽ ഹൈ അൽ ലഖ്നവി തങ്ങൾ? 39 വയസ്സ് മാത്രം ജീവിക്കുകയും 110ഓളം രചനകൾ നിർവഹിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആതിഥേയനായി മദീനയിൽ ഉണ്ടായിരുന്ന അബൂ അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ് അബ്ദുൽ ഹൈ അൽ ലഖ്നവി റഹ്മത്തുള്ളാഹി അലൈഹി. 110ഓളം രചനകൾ 39 വയസ്സിനുള്ളിൽ നിർവഹിച്ചിട്ടുണ്ട്. ചെറിയ ബുക്കുകളല്ല, ലോകപ്രസിദ്ധമായ രചനകൾ നിർവഹിച്ചു മഹാനവറുകൾ. അതിൽ ഒരു കിതാബ് ഏതാണ്? റദ്ദു ഔഹാമി സിദ്ദീഖ് ഹസൻ ഖാൻ എന്ന കിതാബാണ് അതിൽ ഒരു കിതാബ്. ആ കിതാബിന്റെ ഉള്ളടക്കം എന്താണ്?
ഇന്ത്യയിൽ ഒരു നാടുവാഴിയും പണ്ഡിതനും ആയിരുന്ന സിദ്ദീഖ് ഹസൻ ഖാൻ എന്നയാൾ ഹജ്ജിന് പോയിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഹജ്ജ് യാത്ര ഒരു അറബി ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചു. റിഹ്ലത്തു സിദ്ദീഖ് ഇലൽ ബൈത്തിൽ അതീഖ് എന്ന പേരിൽ. ആ കിതാബിൽ അദ്ദേഹം എഴുതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് മദീനയിൽ പോയിക്കൂടാ. ഇബ്നു തൈമിയ്യയുടെ വാദം എടുത്തുദ്ധരിക്കുകയും മദീനത്തു ചെന്നാൽ സിയാറത്ത് ചെയ്യാം, പള്ളി ലക്ഷ്യം വെച്ചുകൊണ്ട് പോകാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പോയിക്കൂടാ എന്ന വാദം എഴുതിയപ്പോൾ അതിനെതിരെ ബഹുമാനപ്പെട്ടവർ ഗ്രന്ഥമെഴുതി. റദ്ദു ഔഹാമി സിദ്ദീഖ് ഹസൻ ഖാൻ ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന് വിശദീകരണം അല്ലെങ്കിൽ തഅലീഖും പഠനവും നടത്തിയത് സമീപകാലത്ത് അറബ് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ എഴുതിയ അബ്ദുൽ ഫത്താഹ് അബൂ ഖുദ്ദ അവർകൾ, ബഹുമാനപ്പെട്ട അബ്ദുൽ ഹൈ അൽ ലഖ്നവി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥങ്ങൾ വിശദീകരിച്ച് ലോകത്തിനു നൽകുകയും ലഖ്നൌവിൽ മഹാനവറുകളെ സിയാറത്ത് ചെയ്യാൻ വരികയും ചെയ്തു. ഞങ്ങൾ അതുകൊണ്ടാണ് മഹാനവറുകളെ സിയാറത്ത് ചെയ്യാൻ ആദ്യം പോയത്. നോക്കിയപ്പോൾ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറയാനും മുഹദ്ദിസീങ്ങളുടെ മൂല്യം പറയാനും ഹദീസിന്റെ വിശദീകരണങ്ങൾ അറിയിച്ചു കൊടുക്കാനുമുള്ള വളരെ പ്രൗഢമായ രചനകളുടെ കർത്താവാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹൈ അൽ ലഖ്നവി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ സിദ്ദീഖ് ഹസൻ ഖാനിന് മറുപടി എഴുതുമ്പോൾ സിദ്ദീഖ് ഹസൻ ഖാനിന് അന്ന് 67 വയസ്സുള്ള നാട്ടു ഗവർണറാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് എഴുതാൻ അതൊന്നും തടസ്സമല്ല. മഹാനായ അബ്ദുൽ ഹൈ തങ്ങൾ വഫാത്തായപ്പോൾ സിദ്ദീഖ് ഹസൻ ഖാൻ മരിച്ചിട്ടില്ല. അദ്ദേഹം ആ നാട്ടിൽ മുഴുവനും അവധി കൊടുക്കുകയും ഗായിബായി നിസ്കരിക്കുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ടവരുടെ ഇൽമ് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിന്റെ തുടർ ചരിത്രവും അഇമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരുപാട് മഹത്തുക്കൾ ഓരോ രാജ്യത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്നും പഠിച്ചും എഴുതിയും പറഞ്ഞും ഇരിക്കുകയാണ്. ഞങ്ങൾ ലഖ്നൌയിലെ ഖാസിയെ ഷഹർ അവരുടെ വീട്ടിൽ എത്തിയപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പിതാവായ വലിയ പണ്ഡിതൻ എഴുതിയ 3 കിതാബുകൾ എടുത്തു കാണിച്ചു തന്നു. ഇന്നുവരെ വെളിച്ചം കണ്ടിട്ടില്ല, എവിടെയും പ്രിന്റ് ചെയ്തിട്ടില്ല, പ്രസിദ്ധീകരിച്ചിട്ടില്ല. ആ 3 ഗ്രന്ഥങ്ങളും പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളാണ്. അതിമനോഹരമായ കൈപ്പടയിൽ എഴുതി വച്ചിരിക്കുന്നു. ആ തഫ്സീറുകളുടെ മുഴുവനും പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഉൾക്കൊള്ളുന്ന വ്യാഖ്യാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഉൾക്കൊള്ളുന്ന വ്യാഖ്യാനമാണ്. ഓരോ ആയത്തിന്റെയും തണലിൽ അവർ ആലോചിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരായത്ത് പഠനവിധേയമാക്കുമ്പോൾ ആദ്യം പറയും ഈ ആയത്ത് ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലായിരുന്നോ മദീനയിലായിരുന്നോ? മക്കയിലായിരുന്നുവെങ്കിൽ ആ ആയത്തിന് മക്കീയത്തായ ആയത്തെന്ന് പറയും. ഈ ആയത്തിറങ്ങുമ്പോൾ എന്റെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഒരു ആയത്ത് സഫരിയത്താണോ ഹളരിയത്താണോ എന്ന് നോക്കും. യാത്രയിൽ അവതരിച്ചതാണോ യാത്രയിൽ അല്ലാത്തപ്പോൾ അവതരിച്ചതാണോ എന്ന് നോക്കും. അതിന്റെ അർത്ഥം ആ ആയത്തിറങ്ങുമ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയിലായിരുന്നോ അല്ലായിരുന്നോ എന്നാണ്. ഒരു ആയത്ത് പഠനവിധേയമാക്കുമ്പോൾ ഇത് രാത്രി ഇറങ്ങിയതാണോ, ലൈലിയാണോ, നഹാരിയാണോ എന്ന് നോക്കും. അതിന്റെ അർത്ഥം ഈ ആയത്തിറങ്ങുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതവസ്ഥയിലായിരുന്നു, ഏത് സമയത്തായിരുന്നു എന്നാണ് അതിന്റെ താല്പര്യം. ഒരു ആയത്ത് അവതരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ആ ആയത്തിന്റെ ദൈർഘ്യം നോക്കിയാൽ അറിയാം. ഉസൂലിന്റെ ഗ്രന്ഥങ്ങളിൽ ചില മഹാന്മാര് പറഞ്ഞില്ലേ, ഒരായത്തിന്റെ ഉച്ചാരണം, അതിന്റെ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ സ്റ്റൈല് നോക്കിയാൽ അറിയാം അതിന്റെ ആശയം. എന്നതുപോലെ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമുള്ള ആയത്ത് ആയത്തുദ്ദൈനാണ്. ഒരു പേജ് ദൈർഘ്യമുള്ള ആയത്താണ്. അത് മുതൽ വ്യത്യസ്ത ദൈർഘ്യത്തിലുള്ള ആയത്തുകളുണ്ട്. എന്നാൽ ഓരോ ആയത്തും ഇറങ്ങുമ്പോൾ ആ ആയത്ത് സ്വീകരിച്ച റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഏതവസ്ഥയിലായിരുന്നു എന്നറിഞ്ഞാലേ ഖുർആൻ പഠനമാവുകയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരനോ ഒരു സുഹൃത്തോ ഒരു കുടുംബാദിയോ രോഗിയായി കിടന്നാൽ നമ്മൾ രോഗിയുടെ അടുക്കൽ പോയിരിക്കും. അസ്സലാമു അലൈക്കും, സുഖമല്ലേ? പിന്നെ കുറച്ചു നേരം ഒന്നും മിണ്ടൂല. മരുന്നൊക്കെ കഴിച്ചോ? ഇങ്ങനെ കൊച്ചു കൊച്ചു വാചകങ്ങളാണ് നമ്മൾ രോഗസന്ദർശനത്തിന് പോയാൽ. വിശ്രമിക്കുന്ന ആളോട് നമ്മൾ നീണ്ട സംസാരം നടത്താറില്ല. ചെറിയ ചെറിയ വാചകങ്ങൾ പറഞ്ഞ് ആശ്വാസം അന്വേഷിച്ചുകൊണ്ട് നിർത്തും. ഈ ഒരു കാഴ്ചപ്പാടോടെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുതച്ചു കിടക്കുകയാണ്. അപ്പോഴിറങ്ങിയ ഖുർആനിക സൂക്തം എങ്ങനെയാണ്? യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ. ചെറിയ ചെറിയ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ അവതരിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന സന്ദർഭത്തോട് യോജിച്ച ശൈലിയിലാണ്. ഈ രണ്ട് സൂറത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ അഥവാ മസ്ജിദുൽ ഹറാമിനോട് ചേർന്ന് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയോടൊപ്പം താമസിച്ച വീട്ടിൽ അവതരിച്ചു എന്നാണ് വ്യാഖ്യാതാക്കൾ പറഞ്ഞത്. രോഗസന്ദർശനത്തിന് വരുന്ന ആളുകൾ കൊച്ചു വർത്തമാനം പറയും പോലെയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. കണ്ടില്ലേ അവിടുത്തെ പ്രവർത്തനത്തോടും എഴുന്നേറ്റ് നമുക്ക് പ്രവർത്തിക്കണ്ടേ? പോകാനായില്ലേ? ഇവിടെ കിടന്നാൽ മതിയോ എന്ന് ചോദിക്കും പോലെയാണ് ഖുർആൻ സംബോധന ചെയ്യുന്നത്. ഈ ഖുർആനിലെ ഓരോ ശൈലിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്വാസോച്ഛ്വാസങ്ങളോട് ചേർന്ന് കിടക്കുന്നതാണ്. ഞാൻ ഒരു സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഖുർആൻ മുഴുവനും നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ആര് വന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഏതുവഴി വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിന്റെ പിൻവാതിലിലൂടെ ഒരു സംഘം വന്നപ്പോൾ ഒരധ്യായം തന്നെ അവതരിപ്പിക്കുകയാണ്. ഹുജറാത്ത് സൂറത്ത് എന്ന ഒരധ്യായം അവതരിപ്പിക്കുന്നു. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ എങ്ങനെ വരണം, ഏതുവഴി വരണം എന്ന് പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആളുകൾ വിളിക്കുമ്പോൾ ഏറ്റവും നല്ല വാചകം കൊണ്ട് വിളിക്കണം. ലാ തജ്അലൂ ദുആ അർ-റസൂലി കദുആഇ ബഅദികും ബഅദാ.
നിങ്ങൾ പരസ്പരം വിളിക്കും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കല്ലേ എന്ന് പറയുന്നത്, ആശയം പഠിപ്പിക്കുന്നത് ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കുമ്പോൾ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തല്ലേ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രയാസമുള്ള ഒരു പദപ്രയോഗം പോലും നടത്തല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈദാ ചെയ്യാൻ പാടില്ല, അവിടുത്തേക്ക് നൊമ്പരമുള്ള കാര്യം പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞതാരാണ്? അതും ഖുർആനാണ് പറയുന്നത്. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, നിർദ്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരാരാണ്, അവരുടെ മഹത്വം എന്താണ് എന്ന് പറയുന്നത് ആരാണ്? ഖുർആനാണ്. അവിടുത്തെ ഇണകളായ പത്നിമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അവരുടെ സ്ഥാനം പറഞ്ഞു തന്നത് ഖുർആനാണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ കൽബിൽ ആ ആയത്തുകൾ ഓർമ്മ വരുന്നുണ്ടാകും, ആ കോണ്ടെക്സ്റ്റുകൾ ഓർമ്മ വരുന്നുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ മഹത്വം പറയുന്നത് ഖുർആനാണ്. ഇങ്ങനെ നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും ആധികാരികമായി അവതരിപ്പിക്കുന്നത് കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ്, ആത്മീയ പദവികളാണ്, അവിടുത്തെ ഉന്നതിയാണ് വിളിച്ചു പറയുന്നത്. ചില ആളുകൾ ചോദിക്കും, റബീഉൽ അവ്വൽ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് പറഞ്ഞാൽ പോരെ, അവിടുത്തെ ചരിത്രം എന്തിനാണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ജീവിച്ചു കാണിച്ചു തരികയാണ് ചെയ്തത്, അല്ലാതെ കേവലം നിയമങ്ങൾ എണ്ണി പറഞ്ഞു പോയതല്ല. നമ്മുടെ ഓരോ ആരാധനയുടെയും ശൈലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുകരിക്കുക എന്നതാണ്, അല്ലാതെ അവിടെ എഴുതി വെച്ച നിയമങ്ങൾ എണ്ണി പഠിക്കുക എന്നത് മാത്രമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പരിശുദ്ധമായ ഹദീസിൽ നിസ്കാരത്തെ വിശദീകരിക്കുന്നുണ്ട്. അവിടെ നിസ്കാരത്തിന്റെ ഫർള് 14 ഷർത്ത് 5 എന്ന് എണ്ണിപ്പറയുന്ന ഒരു ഹദീസും കാണാനില്ല. പിന്നെ നിസ്കാരത്തെക്കുറിച്ചുള്ള ഹദീസ് എങ്ങനെയാണ്? അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു റളിയല്ലാഹു അൻഹും. അവർ ഓരോരുത്തരും പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളമെടുത്തു, ഇപ്രകാരം വുളൂ ചെയ്തു, വുളൂ കഴിഞ്ഞ് ഇപ്രകാരം എഴുന്നേറ്റു, ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഇപ്രകാരം കൈകെട്ടി, ഇപ്രകാരം ചൊല്ലി. ഈ ഒരു നരേഷനാണ് ഹദീസിൽ ഉള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി, നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ്, ഞാൻ നിസ്കരിച്ച് കാണിച്ച പോലെ നിസ്കരിച്ചോളണേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം നമുക്ക് കാണണം. ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ 2 വിധം കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്. സ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ, ഇനി ഒരു നിസ്കാരത്തിന് ഞാൻ ഉണ്ടാകുമോ ഇല്ലേ എന്നറിയില്ല, അതുകൊണ്ട് നല്ല ചിന്തയോടെ അല്ലാഹുവിൽ ചിന്തിച്ചുകൊണ്ട് വേണം നിസ്കരിക്കാൻ. രണ്ടാമത്തത് എന്താണ്? നിസ്കാരം പഠിപ്പിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സ്വല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം പോലെയാവണം എൻ്റെ നിസ്കാരം. ചില സ്വഹാബികൾ ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതു എടുത്ത മാതിരി ഞാനൊന്ന് എടുത്തു കാണിച്ചു തരട്ടെ എന്ന് ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച മാതിരി ഞാനൊന്ന് നിസ്കരിക്കട്ടെ എന്ന് ചോദിക്കും.
അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരം കണ്ടപ്പോൾ ചിലർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തോട് ഏറ്റവും സാമ്യമുള്ള നിസ്കാരമാണ് അനസ് ഇബ്നു മാലിക് തങ്ങളുടെ നിസ്കാരം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ നിസ്കാരം. അതെല്ലാം അഇമ്മത്ത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുകരണമാണ്, അല്ലാതെ കേവലം നിയമം പഠിക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് നിർവഹിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ പറയുന്ന ഫർളും ഷർത്തും ഒക്കെ എഴുതി വെക്കണേ എന്നല്ല. അവിടുന്ന് പറഞ്ഞത് ഖുദൂ അന്നീ മനാസികക്കും, ഞാൻ ഹജ്ജ് ചെയ്യുന്നത് ഓർത്തു വെച്ചോളണേ, അതുപോലെ നിങ്ങൾ ചെയ്തോളണേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടരുക എന്നതാണ് ഈ ജീവിതം മുഴുവനും. ഖുർആൻ നോക്കിയാലും അങ്ങനെയാണ്, ഹദീസ് നോക്കിയാലും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോഴേ ഇസ്ലാം അറിയൂ, അല്ലാതെ ഇസ്ലാം മനസ്സിലാവില്ല. ഒരായത്ത് അറിയണമെങ്കിൽ അതിന്റെ സബബുൻ നുസൂൽ അറിയണം. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ, എപ്പോൾ, എങ്ങനെ, എന്ത് വിഷയത്തെ അഭിമുഖീകരിച്ചപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്, അപ്പോഴേ ഖുർആനാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച പോലെ നിസ്കരിക്കുമ്പോഴേ നിസ്കാരമാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്ത പോലെ ചെയ്താലേ ഹജ്ജാവൂ. അവിടുന്ന് കാണിച്ച കർമ്മങ്ങൾ തുടർന്നാലേ ശരിയായ ഇബാദത്താവൂ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കണം. അവിടുത്തെ ജീവിതത്തെ ഒപ്പി ഇങ്ങനെ എടുക്കണം. നടന്നതെങ്ങനെ, ഇരുന്നതെങ്ങനെ, കിടന്നതെങ്ങനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അങ്ങ് ശരിക്ക് പഠിക്കണം. അൽ ഉലൂമുൻ നബവിയ്യ എന്ന പേരിൽ ഇമാം സുഹൈലിയും ഇമാം ഇബ്നു കസീർ റഹിമഹുള്ളയും ഒക്കെ ചിട്ടപ്പെടുത്തിയത് 5 വിജ്ഞാനങ്ങളാണ്. ഏതൊക്കെയാണ് ആ 5 വിജ്ഞാനങ്ങൾ? ഒന്ന് അശ്ശമായിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപലാവണ്യവും സ്വഭാവ മഹാത്മ്യവും പറയുന്ന അശ്ശമായിൽ എന്ന് പറയുന്ന വിജ്ഞാനം പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ ഒന്നാമത് പഠിക്കേണ്ട ഒരു കാര്യം അശ്ശമായിൽ. ആ അശ്ശമായിലിൽ ഉള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണെങ്ങനെ, മൂക്കെങ്ങനെ, അവിടുത്തെ നോട്ടം എങ്ങനെ, അവിടുത്തെ ഇരുത്തം എങ്ങനെ, അവിടുത്തെ ചലനം എങ്ങനെ, അവിടുത്തെ മൗനം എങ്ങനെ, അവിടുത്തെ ശബ്ദം എങ്ങനെ, അവിടുത്തെ ആംഗ്യം എങ്ങനെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിന്ദു ബിൻ അബീ ഹാല റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനമാണ് ശമായിലിന്റെ ദീർഘമായ ഒരാഖ്യാനമായി ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപലാവണ്യങ്ങളിൽ ഏറ്റവും ദൈർഘ്യമുള്ള ഹദീസ് ഉമ്മു മഅബദ് അൽ ഖുസാഇയ്യ റളിയല്ലാഹു അൻഹയുടെ നിവേദനമാണ്.
പുരുഷനായ ഒരു സ്വഹാബിക്ക് ഇതുപോലെ പറയാനായിട്ടില്ലെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നു. നിസാഉം മിനത്ത് താരീഖിൽ അഹ്മദ് ഖലീൽ ജുമഅദ് എടുത്തുദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒറ്റയടിക്ക് വർണ്ണിക്കുകയാണ്. അതിൽപ്പെട്ട പ്രയോഗങ്ങളാണ് അക്ഹലുൽ ഐനൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണെങ്ങനെയായിരുന്നു, നിറമെങ്ങനെയായിരുന്നു. അങ്ങനെ ശമാഇലിൽ രചിക്കപ്പെട്ട പ്രസിദ്ധമായ രചനകൾ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിന്റെ അശ്ശമാഇലുൽ മുഹമ്മദിയയും ഇമാം യൂസുഫ് നബ്ഹാനി തങ്ങളുടെ വസായിലുൽ വുസൂൽ ഇലാ ശമാഇലിർ റസൂൽ, ഇതെല്ലാം വായിക്കുമ്പോൾ സ്വഹാബികൾ അവരെ കൊണ്ട് കഴിയും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അത് മുഴുവനും വായിച്ചാൽ ഞങ്ങൾക്ക് പൂർണ്ണമായി പറഞ്ഞു തരാൻ അറിയില്ലെന്ന് പറഞ്ഞതുപോലെയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറത്തെക്കുറിച്ച് പറയുന്ന ഹദീസുകൾ വസായിലുൽ വുസൂലിന്റെ ആദ്യ ഭാഗത്തുണ്ട്. അത് മുഴുവനും വായിച്ചാൽ മനസ്സിലാകും എങ്ങനെയെന്ന് പറഞ്ഞു തരാൻ കഴിയുന്നില്ലെന്ന്. അസ്ഹറുൽ ലൗൻ എന്നാണോ പറയേണ്ടത്? ചുവപ്പ് കലർന്ന വെളുപ്പെന്നാണോ പറയേണ്ടത്? വെളുപ്പെന്നാണോ പറയേണ്ടത്? അല്ല അവിടുന്ന് പീത നിറവുമല്ല വെള്ള നിറവുമല്ലെന്നാണോ പറയേണ്ടത്? അങ്ങനെ റാവികൾ അവരുടെ അനുഭവം പോലൊക്കെ പങ്കുവെക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറം നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാവുന്ന വിധം പറയാൻ പറ്റാത്തതുപോലെ പരിഭ്രമിച്ചു നിൽക്കുകയാണ് സ്വഹാബ. ശമാഇൽ വായിച്ചാൽ എങ്ങനെ മനസ്സിലാവുക? ഇതിപ്പോ എങ്ങനെ അങ്ങക്ക് പറഞ്ഞു തരാന്ന സ്വഹാബത്തിന് വർണ്ണിക്കാൻ പറ്റുന്നില്ല. അവരെ കൊണ്ട് കഴിയുമ്പോലെല്ലാം പറഞ്ഞു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നീളം പറയുന്ന ഹദീസുണ്ട്. ആ നീളം പറയുന്ന ഹദീസുകൾ മുഴുവനും എടുത്ത് വെച്ച് നോക്കിയാൽ എങ്ങനെ പറയണം എന്ന് സ്വഹാബത്ത് പരിഭ്രമിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബഉൽ ഖാമയായിരുന്നു. അവിടുത്തെ ദീർഘം തവസ്സുതായിരുന്നു. ഇലത്തൂലി അഖറബു എന്നൊരു റിവായത്ത് കാണും. റജുലുൻ ബൈന റജുലൈനി എന്നൊരു റിവായത്ത് കാണും. കൂട്ടത്തിൽ നടക്കുമ്പോൾ ഏറ്റവും ഉയർന്നു കാണും എന്നൊരു റിവായത്ത് കാണും. കൂട്ടം പിരിഞ്ഞാൽ ഒത്ത നീളമാണെന്നൊരു റിവായത്ത് കാണും. ഇത് മുഴുവനും വെച്ചാൽ മുഅ്ജിസത്ത് കൂടി ചേർന്ന അവിടുത്തെ നീളം പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നാണ് അശ്ശമാഇലിന്റെ ആകത്തുക. ഇനി ഓരോന്നും ഞാൻ വിശദീകരിക്കണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനുള്ള വിജ്ഞാന ശാഖകളിൽ ഒന്നാമതായി എണ്ണിയതാണ് അശ്ശമാഇൽ, ശമാഇലുൽ മുഹമ്മദിയ്യ. രണ്ടാമത്തെ വിജ്ഞാന ശാഖ ഏതാണ്? അൽ ഫളാഇൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളാണ്. ആ മഹത്വമോ തിൽക്കർ റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കന്മാർക്കും നൽകിയ മുഴുവൻ മഹത്വങ്ങളുടെയും ഏറ്റവും സമ്പൂർണമായ മഹത്വം നൽകിയത് ആർക്കാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ ബഹുമാനപ്പെട്ട താജുശ്ശരിയ ഉസ്താദിന്റെ ഹളറത്തിൽ ഒരു ചെറിയ ക്ലാസ് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞ ഒരു ചെറിയ വിഷയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ മദ്ഹറുൽ അതമ്മാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് നൽകിയ സമ്പൂർണ്ണ ആവിഷ്കാരമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കാരണം എല്ലാ നബിമാരും ഇവിടെ വന്നപ്പോൾ അവര് പറഞ്ഞത് ഞങ്ങളുടെ ശരീഅത്ത് സമ്പൂർണ്ണമല്ലെന്നാണ്. അത് പറയാതെ ഒരു നബിയും പോവരുതെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ നബിമാരും ഈ ലോകത്ത് വരുമ്പോൾ അവരോടൊരു എഗ്രിമെന്റ് ചെയ്തു.
ഞങ്ങൾ തന്നെയാണ് എല്ലാം തരണ്ട നബി എന്നും പറഞ്ഞങ്ങ് പോവാൻ പാടില്ല. എനിക്ക് ശേഷം ഒരു നബി വരാനുണ്ടെന്ന് പറയാതെ ആരും പോവരുത്. അതാണ് ഇത് അഖദ്നാ മീസാഖൻ നബിയീന, എല്ലാ നബിമാരോടും എഗ്രിമെന്റ് ചെയ്യിച്ചു, നിങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമെന്നും ആ നബിയെ അംഗീകരിക്കണമെന്നും ഒപ്പം നിൽക്കണമെന്നും പറയാതെ നിങ്ങൾ പോവല്ലേന്ന് ആദം അലൈഹിസ്സലാം മുതൽ ഈസാ അലൈഹിസ്സലാം വരെ എല്ലാ നബിമാരോടും ഉടമ്പടി എടുത്തു. കാരണം അവരെല്ലാം ഭാഗികമായ ശരീഅത്തും കൊണ്ടുവന്ന നബിമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പറഞ്ഞത് എന്താണ്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഇനി ഒരു നബിയും വരാനില്ല. ഞാൻ അല്ലാഹു തആല നിങ്ങൾക്ക് ഈ മനുഷ്യലോകത്തിന് നൽകാനുള്ളതിന്റെ അതമ്മായത്, സമ്പൂർണമായത് നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. ഇനി ഒരു നബിയും വരാനില്ല കേട്ടോ. ലാ നബിയ ബഅദീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ മദ്ഹറുൽ അതമ്മാണ്. ചില നബിമാർ ചില വിശേഷണങ്ങളിൽ മികച്ചു നിൽക്കുന്നവരാണ്. ഉദാഹരണമായി പറഞ്ഞാൽ യൂസുഫ് നബി അലൈഹിസ്സലാം സൗന്ദര്യത്തിൽ മികച്ചു നിന്ന നബിയാണ്. എന്നാൽ ആ സൗന്ദര്യത്തിന്റെ അതമ്മാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കാരണം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ ചില സ്ത്രീകൾ ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി കൈമുറിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗന്ദര്യത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം കണ്ടപ്പോൾ ഒരു സ്ത്രീയും കേവലം സൗന്ദര്യത്തിലേക്ക് ചിന്തിച്ചില്ല. എൻ്റെ എല്ലാ ആദരവിൻ്റെയും നേതാവായ മൽജആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ചിന്തിക്കാതെ സൗന്ദര്യത്തിലേക്ക് മാത്രം ചിന്തിച്ചില്ല. കാരണം അത് കമാലിയത്തുള്ളത് കൊണ്ടാണ്. കേവലം സൗന്ദര്യത്തിലേക്ക് ചിന്തിച്ചാൽ വൈകാരികമായി ആലോചിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ നോക്കാൻ പറ്റാത്ത വിധമുള്ള ഇസ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തിന് അല്ലാഹു കൊടുത്തു. അതുകൊണ്ട് ഏറ്റവും സമ്പൂർണമായ സൗന്ദര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യമാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വിലാസം കലീമുല്ലാഹി എന്നാണ്. സീനാ പർവ്വതത്തിന്റെ മേലെ എത്തിയപ്പോൾ അല്ലാഹു തആല പ്രത്യേകമായ സംഭാഷണത്തിന് അവസരം നൽകി. അപ്പോൾ അല്ലാഹു തആല പല നിബന്ധനകളും മൂസാ നബിക്ക് വെച്ചു. ചെരുപ്പൂരിയിട്ടേ ഈ പവിത്രമായ മലയിൽ കയറാൻ പാടുള്ളൂ എന്ന്. അല്ലാഹുവിന്റെ കലാം അവതരിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അർശും കഴിഞ്ഞ് സൃഷ്ടി വൈഭവങ്ങളുടെ ലോകത്തിന്റെ ഉന്നതിയിലെത്തിയപ്പോഴും ചെരുപ്പൂരാൻ പറഞ്ഞില്ല. യൂസുഫ് നബാനി തങ്ങൾ മനോഹരമായി ഇത് എഴുതുന്നുണ്ട്. അവിടെ എത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി സംഭാഷണം തുടങ്ങിയപ്പോൾ അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാത്തു ലില്ലാഹ്, ഈ അഭിവാദ്യം മുഴുവനും അല്ലാഹുവിന് സമർപ്പിച്ചു. മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതരായതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് മുഴുവനും പറഞ്ഞിട്ടും ഒരു ബോധക്ഷയവും ഉണ്ടായില്ല. അല്ലാഹുവിൽ നിന്ന് തുടർ സലാം വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും അഭിവാദ്യം അർപ്പിച്ചു. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ,
പിന്നെ 9 പ്രാവശ്യം ബൈനൽ കലീമി വറഹീമി തറദ്ദദാ, അല്ലാഹുവുമായുള്ള സംഭാഷണം തുടർന്നു. അക്മലായ അജ്മലായ അതമ്മായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിടറിയിട്ടില്ല, നെഞ്ചു പതറിയിട്ടില്ല. ثم دنا فتدلى فكان قاب قوسين أو أدنى. അതാണ് ഫളായിലിൽ ഉന്നതിയിൽ നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാമുഖമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അശ്ശമാഇൽ അൽ ഫളായിൽ. മൂന്നാമതായി നമുക്ക് പഠിക്കാനുള്ളത് അദ്ദലായിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന്റെ പ്രമാണങ്ങൾ, നുബുവത്തിന്റെ പ്രമാണങ്ങൾ. അതിന്റെ ഒരു പ്രമാണം എന്താണ്? ലബിസ്തു ഫീകും ഉമറൻ മിൻ സിനീൻ. നിങ്ങൾ എന്റെ ബാല്യകാലം പറയാതെ പോകരുത്, എന്റെ യൗവനം പറയാതെ പോകരുത്, എന്റെ കൗമാരം പറയാതെ പോകരുത്. ഞാൻ 40 കൊല്ലം ജീവിച്ച ജീവിതത്തിന്റെ തെളിമ 40ാമത്തെ കൊല്ലത്തെ പ്രവാചകത്വ പ്രഖ്യാപനത്തിനുള്ള ഒരു തെളിവാണ്. ചില ആളുകൾക്ക് മൗലൂദ് ഓതുമ്പോ വലദത്തുഹു മഖ്തൂനൻ വ മക്ഹൂലൻ ഇതൊക്കെ ചൊല്ലിയിട്ട് ഇപ്പൊ പാടിയിട്ട് എന്താ കാര്യം? സുന്നത്ത് പഠിച്ചാ പോരേന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിസ്ഥാനപരമായ വ്യക്തിത്വം റസൂലുള്ളാഹി നബിയുള്ളാഹി എന്നാണ്. ആ പ്രഖ്യാപനത്തിനുള്ള പ്രമാണമാണ് 40 കൊല്ലത്തെ ജീവിതം. ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ, അത് ദലായിലിൽ ഒരു അധ്യായമാണ്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവിന്റെ ദലായിലുൻ നുബുവ ഇതിലേറ്റവും പ്രാമാണികമായ ഗ്രന്ഥമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനുള്ള ഒരു വിജ്ഞാന ശാഖയാണ് അദ്ദലായിൽ. അത് ശരിക്കങ്ങ് പഠിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൗമാരം വന്നു, യൗവനം വന്നു. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വവാദം നടത്തിയപ്പോൾ അത് ശരിയാണോ അല്ലേ എന്നറിയാൻ ഹിറക്കൽ രാജാവ് ചോദിച്ച ചോദ്യം അതത്തഹിമൂനഹു ബിൽ കദിബി. കഴിഞ്ഞ 40 കൊല്ലത്തെ ജീവിതം എങ്ങനെയുണ്ടായിരുന്നു എന്നാണ്. സംഘാടകർ ബക്കറ്റും കൊണ്ട് സമീപിക്കും. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. നമുക്കുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സംഖ്യ കൊടുക്കാൻ പറ്റുന്നത് മൗലിദാഘോഷത്തിനാണ്. ഇത് വളരെ ഫലവത്തായ മൗലിദാഘോഷമാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ 40 കൊല്ലത്തെ ജീവിതം, ആ 40 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിദ്ഖ്, 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമാനത്ത്, 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫത്വാനത്ത്. ഇത് മുഴുവനും ചെറുപ്പം മുതലേ, ജനനം മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉണ്ട്. കളവ് പറഞ്ഞ ഒരു ബാല്യം ഇല്ല, വിശ്വസ്തതയില്ലാത്ത ഒരു കൗമാരമില്ല. ബുദ്ധിയിൽ എല്ലാവരും അംഗീകരിച്ചു. ഹജറുൽ അസ്വദ് വെച്ചപ്പോൾ, ഹിൽഫുൽ ഫുളൂലിൽ പങ്കെടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ പ്രാധാന്യത്തോടെ പങ്കെടുത്തു. അങ്ങനെ അവിടുത്തെ കൗമാര യൗവനങ്ങൾ മുഴുവനും പഠിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദലായിലു നുബുവ്വതിഹി അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പ്രൗഢമായ ഒരു അറിവാണ്. അതുകൊണ്ട് ദലായിലുകൾ നിങ്ങൾ പഠിക്കണം. ശമാഇൽ, ഫളായിൽ, ദലായിൽ, ഇത് മൂന്നും നമ്മൾ പഠിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ 3 ഭാഗങ്ങളാണത്. ഇത് ഓരോന്നും ദിവസങ്ങളോളം പറഞ്ഞാൽ തീരാത്ത വലിയ അധ്യായങ്ങളാണ്. 4-മതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണം ബിൽ ഖസായിസി, അവിടുത്തെ വ്യക്തിപരമായ വിശേഷങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബുദ്ധിയിൽ ഖുസൂസിയ്യത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഖുസൂസിയ്യത്തുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുക്മുകളിൽ ഖുസൂസിയത്തുണ്ട്. അങ്ങനെ നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമുള്ളത് എന്ന് പറയാൻ വേറെ ലോകത്താർക്കും അല്ലാഹു തആല നൽകാത്ത വിശേഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. അറിയുമോ? അതിൽ ഇമാമുൻ സുയൂത്തി തങ്ങളുടെ അൽ ഖസായിസുൽ കുബ്ര, ഖസായിസുസ് സൂറ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുസൂസിയത്ത് അറിയാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമേനിക്ക് നിഴലില്ല, അവിടുത്തെ ശരീരത്തെ ഈച്ച വന്ന് ഇരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്ത് ദുർഗന്ധമില്ല, അവിടുന്ന് എപ്പോഴും സുഗന്ധമാണ്. ഇതുപോലെ അവിടുത്തെ ഖുസൂസിയാത്തുകൾ എണ്ണിയാൽ അറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും മറ്റൊരു ഭാഗമാണത്. അത് വേറെ തന്നെ ഒരു വിജ്ഞാന ശാഖയാണ്. ഇനി ഒന്നുകൂടി നിങ്ങൾ അറിയണം, അതാണ് ഇബ്നു കസീർ എന്നവരെ പോലെയുള്ളവർ എണ്ണിയത്. ശമാഇൽ, ഫളാഇൽ, ദലാഇൽ, ഖസായിസ്. പിന്നീട് അഞ്ചാമത് നിങ്ങൾ പഠിക്കണം സീറത്തു റസൂലില്ലാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറയാണ്. അവിടുത്തെ ജനനം മുതൽ അല്ല, അവിടുത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് മുതൽ വഫാത്ത് വരെ, വഫാത്തിന് ശേഷം തുടർന്ന മുഅ്ജിസാത്തുകൾ വരെ എല്ലാം പഠിക്കുമ്പോഴാണ് സീറയായി മാറുന്നത്. ആ സീറയുടെ ലോകം നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വയസ്സ് വരെ മക്കയിൽ ഏറ്റവും പ്രൗഢിയോടെ സ്വീകാര്യതയോടെ ജീവിച്ചു. 40ാമത്തെ വയസ്സിൽ പ്രവാചകത്വ പ്രഖ്യാപനം നടത്തി. പിന്നീടങ്ങോട്ട് പരീക്ഷണങ്ങളുടെ കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 9 കൊല്ലം മക്കയിൽ ദീനീ പ്രബോധനം നടത്തിയപ്പോൾ ശഅബ് അബീ ത്വാലിബിൽ ഉപരോധിക്കപ്പെട്ടു. അതിൽ അവിടുന്ന് വളരെ വേദനിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 9ാം കൊല്ലത്തിന്റെ ഒടുക്കത്തിൽ ത്വായിഫിലേക്ക് പോയി. അല്ലെങ്കിൽ 10ാം കൊല്ലത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയും അബൂ ത്വാലിബ് എന്നവരും വഫാത്തായപ്പോൾ പോയി. അങ്ങനെ തുടങ്ങി 11ാം കൊല്ലം 12ാം കൊല്ലം ഹജ്ജിന് വന്ന ആളുകളുമായി സമ്പർക്കം നടത്തി. മദീനയിൽ നിന്ന് വന്നവരോട് ഉടമ്പടികൾ സംസാരിച്ചു, അഖബകൾ നടന്നു. 13 കൊല്ലം കഴിഞ്ഞ് 14ാം കൊല്ലത്തിന്റെ തുടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജറ മിൻ മക്ക ഇലൽ മദീനത്തിൽ മുനവ്വറ. 1ാം കൊല്ലം മദീനയെ മുഴുവനും ഒരു വലിയ ആശയത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. 2ാം കൊല്ലം പ്രതിരോധത്തിന് വേണ്ടി ബദർ യുദ്ധം നേരിട്ടു. 3ാം കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹബ്ബത്തിന്റെ ഉഹദ് യുദ്ധം നേരിട്ടു. 4ാം കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബർ നേരിട്ടു. 5ാം കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വഫദുകൾ, സംഘങ്ങളെ ആവശ്യപ്പെട്ടു വരാൻ തുടങ്ങി. 6ാം കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയ സന്ധിയിൽ ഏർപ്പെട്ടു. 7ാം കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ തുടർച്ചയിലുള്ള പല രാഷ്ട്രീയ ഇടപെടലുകളും വിദേശ രാജ്യങ്ങളിലേക്ക് കത്തയക്കാൻ തുടങ്ങി. 8ാം കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ സന്നിധാനങ്ങൾ ഒരുക്കി. പിന്നീട് അവിടുന്ന് മക്കം ഫത്ഹ് നടന്നു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാ നിർവഹിച്ചു. 10ാം കൊല്ലത്തെ പൂർത്തീകരണത്തോടുകൂടി അവിടുന്ന് ഈ ലോകത്തോട് വഫാത്തായി. ഇങ്ങനെ പറഞ്ഞു പോകാനുള്ളതല്ല, ഇതോരോന്നും എണ്ണി എണ്ണി പഠിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 കൊല്ലത്തെ ജീവിതം അത്ഭുതത്തോടെ അല്ലാതെ വായിക്കാൻ കഴിയൂല. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 കൊല്ലം ഇത്രയും കാര്യം ചെയ്തത്? ഒരു ഭാഗത്തുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രബോധനത്തിന്റെ വഴി നോക്കിയാൽ എത്രയെത്ര സൈനിക സംവിധാനങ്ങളാണ്, സൈനിക നീക്കങ്ങളാണ്, നയതന്ത്ര നീക്കങ്ങളാണ്. അൽ ഗസ്വത്തു വസ്സറായ മാത്രം നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ ഇരുന്നിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചു പോകും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാൾ വരെയുള്ള മതവിധികൾ, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, അതുപോലെ ജുമുഅ, ഇതെല്ലാം മദീനയിലെ 10 കൊല്ലത്തിന്റെ ഇടയിലാണ്. ശിക്ഷാ നടപടികളുടെ ഖിസാസ് മുതൽ അനന്തരാവകാശത്തിന്റെ ഫറായിള് മുതൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ അന്ത്യനാള് വരെ നടപ്പിലാക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഈ ഒരു 10 കൊല്ലം കൊണ്ട് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിയാൽ തങ്ങൾ മുഴുവൻ സമയവും പള്ളിയിൽ ദർസ് നടത്തിയിരുന്നതാണെന്ന് പറയേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയോട് എങ്ങനെയായിരുന്നു അവിടുത്തെ ജീവിതം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ, സാധാരണക്കാർ വീട്ടിൽ ഭാര്യമാരോടൊപ്പം വീട്ടുജോലികളിൽ സഹായിക്കും പോലെ എന്നെ സഹായിക്കാറുണ്ട്, വസ്ത്രമലക്കാറുണ്ട്, ആടിനെ കറക്കാറുണ്ട്, വീട് വൃത്തിയാക്കാറുണ്ട്, ചെരുപ്പ് തുന്നാറുണ്ട്, വാങ്ങു കൊടുക്കുമ്പോൾ പള്ളിയിൽ പോകാറാണ് പതിവ്, പിന്നെ നിൽക്കൂല. ഇത് കേട്ടാൽ വിചാരിക്കും 5 വഖത്ത് ഇമാമത്ത് പള്ളിയിൽ നിന്ന് ഇടക്കുള്ള സമയം മുഴുവനും വീട്ടിൽ കഴിഞ്ഞൊരു നബിയാണെന്ന്. ആ ഹദീസ് വായിക്കുമ്പോ അങ്ങനെയാണ് തോന്നിപ്പോവുക. അപ്പോൾ ഫാമിലി ലൈഫിൽ മുഴുവനും നോക്കിയാൽ അവിടുത്തെ പത്നിമാരുടെ വീട്ടിൽ പോയ നേരം, അവരോടൊപ്പം തമാശ പറഞ്ഞ നേരം, അവരോടൊപ്പം ഭക്ഷണം കഴിച്ച നേരം, ആയിഷ ഉമ്മയോട് കളി കാണാൻ പൂതിയുണ്ടല്ലേ എന്ന് ചോദിച്ചിട്ട് അവിടെ ആഫ്രിക്കക്കാര് പെരുന്നാളിന്റെ ആഘോഷം നടത്തിയപ്പോ കണ്ടോളൂ മോളെ എന്ന് പറഞ്ഞിട്ട് തോളത്തുകൂടി കളി കാണാൻ അവസരം കൊടുത്ത പുണ്യനബി തങ്ങളെ വായിക്കുമ്പോ, ഭാര്യമാര് തമ്മിൽ പായസം കൊണ്ട് കളിച്ച തമാശയ്ക്ക് സാന്നിധ്യം വഹിക്കുമ്പോ നമ്മൾ വിചാരിക്കും അവിടുന്ന് വീട്ടിൽ മാത്രം ഇരുന്ന് 10 കൊല്ലം കഴിച്ചു കൂട്ടിയതാണ്. പിന്നെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ, ആ മക്കളുടെ വഫാത്തുകൾ, അവരുടെ വിവാഹങ്ങൾ, അവരുടെ കുടുംബജീവിതങ്ങൾ, ഇതെല്ലാം നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബകാര്യങ്ങൾ മാത്രം നോക്കിയ ഒരു ഗൃഹനാഥനാണെന്ന് പറയേണ്ടി വരും. ഇങ്ങനെ നോക്കുമ്പോൾ ഈ 10 കൊല്ലത്തിനുള്ളിൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെല്ലാം ചെയ്തത്? പിന്നെ നോക്കുമ്പോൾ പേർഷ്യയിലേക്ക് കത്തയക്കുന്നു, റോമിലേക്ക് കത്തയക്കുന്നു, റോമിന്റെ പ്രതിനിധി വരുന്നു, പേർഷ്യയുടെ പ്രതിനിധി വരുന്നു, ഹെരാക്ലിയസിന്റെ സെക്രട്ടറി വരുന്നു, ബൈത്തുൽ മുഖദ്ദസ് എന്ന ആള് വരുന്നു, എല്ലാവരെയും സ്വീകരിക്കുന്നു. ബുഖാരിയിൽ ഒരു ഹദീസുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, മനിൽ ഖൗമു അമിൽ ഔ മനിൽ വഫദു, ആരാണ് വന്നത്? കാരണം മദീനത്തേക്ക് പല രാജ്യത്തുനിന്നും അംബാസഡർമാര് വരുന്നുണ്ട്. അത് വായിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കൗൺസിലേറ്റിൽ ഇരുന്നു കൊണ്ട് ലോകരാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ സ്വീകരിക്കാൻ മാത്രം നേരം കണ്ട നേതാവാണെന്ന് ചിന്തിച്ചു പോകും. പിന്നീട് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ നാട്ടുകാർ വരുമ്പോഴും ആ നാടിന്റെ മുഴുവൻ വിശേഷങ്ങളും പറയുകയാണ്. ഇമാം അഹ്മദ് തങ്ങൾ മുസ്നദിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് അൽ ഹസ എന്ന പ്രദേശത്തിന്റെ ചരിത്രം പറയുന്ന ഗ്രന്ഥത്തിൽ ആ മുഖത്തിൽ എഴുതുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വഫദ് അബ്ദുൽ ഖൈസ് വന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഏതു നാട്ടുകാരാണ്? ഞങ്ങൾ അബ്ദുൽ ഖൈസിന്റെ സംഘമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ആ നാടും ആ നാട്ടിലെ തോട്ടങ്ങളും ആ നാട്ടിലെ മുഴുവൻ വസ്തുക്കളും തെളിഞ്ഞു വന്നു. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ കാരക്കത്തോട്ടത്തിലെ വിളവെങ്ങനെയുണ്ട്? ബർണി കാരക്ക എങ്ങനെയുണ്ട്? അവിടുത്തെ സഫാവി എങ്ങനെയുണ്ട്? അവിടുത്തെ മജ്ദൂലി എങ്ങനെയുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോന്നും ചോദിച്ചു കഴിഞ്ഞപ്പോ വന്നവര് പരസ്പരം പറയാൻ തുടങ്ങി, നമ്മുടെ നാട്ടിന്റെ നടുവിൽ പതിറ്റാണ്ടുകളോളം താമസിക്കുന്ന ഒരാൾക്ക് പോലും ഇങ്ങനെ നമ്മുടെ നാടിനെ കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകാത്ത ഒരു ഭാഗവും ഇല്ല. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ സംഭാഷണം ദീർഘിപ്പിക്കുന്നില്ല. നേരം വെളുക്കും വരെ പറഞ്ഞാലും ആ അത്ഭുതങ്ങളുടെ കൗതുകം പറഞ്ഞിങ്ങനെ നിന്നാൽ എന്ത് രസമാണ്.
അതുകൊണ്ട് നമ്മളെല്ലാം വായിക്കണം. വായിക്കാനുള്ള ചെറിയ ഗ്രന്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. എല്ലാവരും വാങ്ങിക്കൊണ്ടുപോയി വായിക്കണം, വായിപ്പിക്കണം. പറയട്ടെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുമ്പോൾ ആദരവ് വർദ്ധിക്കും, പഠിക്കുമ്പോൾ ബഹുമാനം വർദ്ധിക്കും. എനിക്ക് ഈ ചരിത്രം വായിക്കുമ്പോൾ ഏറ്റവും വലിയ അസൂയ അനസ് ബിൻ മാലിക് തങ്ങളോടാണ്. കുറെ കാലം വരെ അസൂയ അനസ് ബിൻ മാലിക് തങ്ങളോടായിരുന്നു. ഇപ്പൊ എനിക്ക് അസൂയ മറ്റൊരാളിലേക്ക് മാറി. അത് ഖസ്വാഇനോടാണ് ഇപ്പോഴെന്റെ അസൂയയുള്ളത്. അനസ് ബിൻ മാലിക് തങ്ങളോട് അസൂയ വന്നത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് വന്നപ്പോൾ 10 വയസ്സല്ലേ ഉള്ളൂ അനസ് ബിൻ മാലിക് തങ്ങൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ 20 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ആ 10 കൊല്ലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ്. അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുന്ന അന്ന് മദീന മുഴുവനും പ്രകാശിച്ചത് ഞാൻ കണ്ടു. 500 അൻസ്വാറുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരവേറ്റത്. വഫാത്തായപ്പോൾ മദീന മുഴുവനും കാർമേഘം മൂടിയതുപോലെ അതും ഞാൻ കണ്ടു. ഖദംതു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സനവാത്തിൻ, 10 കൊല്ലം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിന്ന ആളാണ്. ആ 10 കൊല്ലത്തെ ജീവിതത്തിൽ നിന്ന് മഹാനവറുകൾ പറഞ്ഞു, മാ ഖാല ലീ ലിശൈഇൻ ഫഅൽതു ലിമ ഫഅൽത. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിന് എന്തേ ചെയ്തത് എന്ന് ചോദിച്ചെന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. മാ ഖാല ലീ ലിശൈഇൻ തറക്തു ലിമ തറക്ത. ഒരു കാര്യം ചെയ്യാത്തതിന് എന്തേ അനസേ ചെയ്യാഞ്ഞത് എന്ന് ചോദിച്ചിട്ടില്ല. വമാലാമനീ ഖത്തു, ഒരിക്കലും എന്നെ ആക്ഷേപിച്ചിട്ടില്ല. വമാ ശതമനീ ഖത്തു, ഒരിക്കലും എന്നെ ചീത്ത വിളിച്ചിട്ടില്ല. വമാ ഖാല ലീ ഖത്തു ബിഅ്സമാ സ്വനഅത, ചെയ്തത് മോശമായി പോയല്ലോ അനസേ എന്നെന്നോടൊരിക്കലും പറഞ്ഞിട്ടില്ല. ചിലപ്പോഴെന്നെ ആദരപൂർവ്വം വിളിക്കും, ചിലപ്പോഴെന്നെ തമാശയോടെ വിളിക്കും, ചിലപ്പോൾ എന്നെ 2 ചെവിയുള്ള ആളേന്ന് തമാശ പറയും. എല്ലാവർക്കും 2 ചെവിയുണ്ടല്ലോ, അപ്പോഴത് കളവല്ല, വിളിക്കുമ്പോൾ ഒരു രസമാണ്. അങ്ങനെ ഞാൻ കേട്ടാസ്വദിച്ച കണ്ടാസ്വദിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ബാബു ദുആഇ ലി അനസ്. അനസ് ബിൻ മാലിക് തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. ആ ദുആ ചെയ്തു കൊടുത്ത ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. സ്വഹീഹുൽ ബുഖാരിക്കൊരു വിശേഷമുണ്ട്. അതെന്താണ്? ഈ ഹദീസ് കിതാബിൽ എഴുതണോ വേണ്ടേ എന്ന് ഇമാം ബുഖാരി തങ്ങൾ 2 റക്അത്ത് ഇസ്തിഖാറ ചെയ്തിട്ടാണ് എഴുതിയത്. സഹീഹുൽ ബുഖാരിയിലെ ഹെഡിങ് എഴുതിയത് റൗളത്തുൽ മുശറഫയിൽ നിസ്കരിച്ച് ഇസ്തിഖാറ ചെയ്തിട്ടാണ്. അഥവാ മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന സ്വർഗത്തോപ്പിൽ ഇരുന്നല്ലേ ഇമാം ബുഖാരി തങ്ങൾ സഹീഹുൽ ബുഖാരിയിലെ തറാജുമുകൾ, ടൈറ്റിലുകൾ എഴുതിയത്. അതിലൊരു ടൈറ്റിലിൽ അനസ് ബിൻ മാലിക് തങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെങ്ങനെ അസൂയപ്പെടാതിരിക്കും? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാദിമിന് ദുആ ചെയ്തു കൊടുത്തത് എന്താണ്? അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ ഉംരിഹി, അനസിന് നല്ല ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. 100 ചില്ലാനം വയസ്സ് ജീവിച്ചു അനസ് ബിൻ മാലിക് തങ്ങൾ. അനസ് ബിൻ മാലിക് തങ്ങൾ വഫാത്താകുമ്പോൾ ബസറയിൽ ഒരൊറ്റ സ്വഹാബിയും ബാക്കിയില്ല. മിസ്റിൽ ഒരു സ്വഹാബിയും ബാക്കിയില്ല. ലോകത്തെവിടെയും സ്വഹാബികളിൽ നിന്ന് ഒരൊറ്റ സ്വഹാബിയെ ബാക്കിയുള്ളൂ. ബഹുമാനപ്പെട്ട തുഫൈൽ ബിൻ അംർ എന്നവരു മാത്രമേ പിന്നെ ബാക്കിയുള്ളൂ. ആരാണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായ അനസ് ഇബ്നു മാലിക് തങ്ങൾ മദീന ബസറയിൽ വഫാത്താകുമ്പോൾ മക്കത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ബഹുമാനപ്പെട്ട തുഫൈൽ ഇബ്നു അംർ തങ്ങളുള്ളത്. അന്ന് ലോകത്ത് വേറെവിടെയും ഒരു സ്വഹാബിയും ബാക്കിയില്ല. ആ ജീവിതത്തെ 10 കൊല്ലം ആസ്വദിച്ചപ്പോൾ 20 വയസ്സായി. പിന്നീട് 80 കൊല്ലത്തിലേറെ, 1 നൂറ്റാണ്ടോളം ജീവിച്ച സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് തങ്ങൾ, ഖാദിമു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അനസ് ഇബ്നു മാലിക് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പാത്തുവെച്ച ചില കാര്യങ്ങളുണ്ട്, അവിടുന്ന് കരുതി വെച്ച ചില കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക് എടുത്ത് പാത്തു വെച്ച് കൊണ്ട് നടന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ അതെന്റെ നാവിന്റെ അടിയിൽ വെച്ചിട്ട് എന്നെ മറമാടണേന്ന് അനസ് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞിരുന്നു. ഇമാം ബുഖാരി തങ്ങൾ താരീഖിൽ പറയുന്നുണ്ട്, വദുഫിന അനസ് ഇബ്നു മാലിക്, അനസ് ഇബ്നു മാലിക് തങ്ങൾ മറമാടപ്പെട്ടു. വശഅറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തഹ്ത ലിസാനിഹി, അവിടുത്തെ നാവിന്റെ അടിയിൽ ആ തിരുകേശം വെച്ചിരുന്നു എന്ന് ഇമാം ബുഖാരി തങ്ങൾ താരീഖിൽ പറയുന്നുണ്ട്. ഒരു കൊച്ചു വടിയുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തത്. അതും എൻ്റെ ജനാസയോട് ചേർത്തു വെക്കണേ എന്ന് അനസ് ഇബ്നു മാലിക് തങ്ങൾ വസിയ്യത്ത് ചെയ്തിരുന്നു. അത് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അനസ് ഇബ്നു മാലിക് തങ്ങൾ കിടക്കുന്നത്. പോകാൻ നേരം അവിടുന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഓടിച്ചെന്നിട്ട് പറയും, അന ഖുവൈദിമുക ഉനൈസ്, ഞാൻ അവിടുത്തേക്ക് കൊച്ചു കൊച്ചു സേവനം ചെയ്ത കുഞ്ഞനസാണ് നബിയേ. ഈ അനസ് ഇബ്നു മാലിക് തങ്ങളെ വായിക്കുമ്പോ എങ്ങനെ അസൂയ വരാതിരിക്കും? 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെ പൊട്ടിത്തെറി പ്രായമല്ലേ? അപ്രായത്തിൽ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയല്ലേ? ഈ കാര്യം പറയുമ്പോൾ ചില വിളവുള്ള മുത്തഅല്ലിമീങ്ങൾ ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വ്യക്തിത്വം ശരിയാണ്, പക്ഷേ അനസ് ഇബ്നു മാലിക് തങ്ങൾ അത്ര സൂക്ഷ്മതയോടെ ചെയ്തത് കൊണ്ടല്ലേ കുറ്റം കേൾക്കാഞ്ഞത്? മോനെ, അങ്ങനെ മാത്രമല്ല. ഒരിക്കൽ അനസ് ഇബ്നു മാലിക് തങ്ങളെ ഒരാവശ്യത്തിന് വിട്ടു. അപ്പോൾ അനസ് ഇബ്നു മാലിക് തങ്ങൾ പോയപ്പോൾ വഴിയിൽ കളി കണ്ടു. അവിടെ നിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് മോനെ കാണുന്നില്ല. അന്വേഷിച്ചിറങ്ങിയപ്പോൾ കളി കാണുകയാണ്. കുട്ടിയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തപ്പന മട്ടലെടുത്തിട്ട് പിന്നിൽ പോയി തല്ലുകയല്ല. ഓ അനസേ, ഇവിടെ നിൽക്കുകയാണോ എന്ന് ചോദിച്ചു കുറ്റപ്പെടുത്തുകയല്ല. അനസുമോന്റെ തോളിൽ പോയി, പിന്നിലൂടെ പോയി അനസുമോന്റെ തോളിൽ മുഖം ചേർത്ത് വെച്ച് അനസുമോൻ നോക്കുന്ന വഴിക്ക് നോക്കിയിട്ട് ചോദിച്ചു, കളി നല്ല രസമുണ്ട് അല്ലേ? അതായിരുന്നു റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നൊരിക്കൽ അനസ് ഇബ്നു മാലിക് തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഒരിക്കൽ എന്നോടൊരു കാര്യം പറഞ്ഞു, മോനെ പോയിട്ടത് നിർവഹിച്ചു വരാൻ. ഞാനൊരു കുട്ടിക്കുറുമ്പ് കാണിച്ചു, ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. പറയുമ്പോഴും എൻ്റെ മനസ്സിലത് പോകണമെന്നാണുള്ളത്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴും അവിടുന്ന് എന്നെ കുറ്റപ്പെടുത്തിയില്ല. ആ ജീവിതത്തിൻ്റെ ഉടമയെ നമ്മൾ വായിക്കാതെങ്ങനെ ജീവിതം പൂർത്തിയാകും? ഇങ്ങനെ അനസ് ഇബ്നു മാലിക് തങ്ങളെ മാത്രം വായിച്ചാൽ അതൊരു മഹാലോകമാണ്. അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ ഉംരിഹി എന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞത്. വബാരിക് ലഹു ഫീ മാലിഹി. എൻ്റെ അനസ് ഇബ്നു മാലിക്കിനെ ഇവിടെ ഒരു കാര്യം ചിന്തിക്കണം. 63-ാമത്തെ വയസ്സിൽ അർ-റഫീഖൽ അഅ്ലാ എന്ന് പറഞ്ഞ് വയസ്സ് മതി എന്ന് പറഞ്ഞ നബി തങ്ങൾ അനസ് ഇബ്നു മാലിക് തങ്ങൾക്ക് 100 വയസ്സിന് ദുആ ചെയ്തു കൊടുത്തു. അങ്ങനെ പറഞ്ഞാൽ എന്തെല്ലാം പറയാനുണ്ട്.
പിന്നീട് നിങ്ങൾ നോക്കൂ, ബാരിക് ലഹു ഫീ മാലിഹി, എൻ്റെ അനസിന് നല്ല സമ്പത്ത് കൊടുക്കണേ എന്ന് ദുആറുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ മലകൾ പൊന്നായി വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. എന്നാലും എൻ്റെ അനസിന് കുറച്ചിരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ബസറയിലെ വലിയ സമ്പന്നനായിരുന്നു അനസ് ബിൻ മാലിക് തങ്ങൾ. ഫത്ഹുൽ ബാരി ഒന്ന് നോക്ക്, അവിടുന്ന് ഇമാം തുർമുദി തങ്ങളുടെ ഉദ്ധരണി എടുത്തു പറയുന്നില്ലേ, അനസ് ബിൻ മാലിക് തങ്ങളെ സാബിത്തുൽ ബുനാനി തങ്ങൾ കണ്ട രംഗങ്ങൾ താരീഖിലില്ലേ? അതാ അനസ് ബിൻ മാലിക് തങ്ങളുടെ അടുക്കൽ 40 കൊല്ലം കഴിച്ചു കൂട്ടിയ ആളാണ് സാബിത്തുൽ ബുനാനി തങ്ങൾ. സ്വഹിബ അനസൻ 40 സന. അവിടെ സാബിത്തുൽ ബുനാനി തങ്ങൾ പറയുന്നുണ്ട്, ഇടക്കിടക്ക് അനസ് ബിൻ മാലിക് തങ്ങൾ ഞങ്ങൾക്ക് ഷെയർ മുബാറക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അവിടുത്തെ നഅല് മുബാറക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നെല്ലാം സാബിത്തുൽ ബുനാനി തങ്ങൾ പറയുന്നുണ്ട്. ഞാൻ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. ആ അനസ് ബിൻ മാലിക് തങ്ങളുടെ തോട്ടത്തിൽ മാത്രമാണ് ബസറയിൽ 1 കൊല്ലം 2 വിളവെടുത്തിരുന്നത് എന്ന് താരീഖിലില്ലേ? അങ്ങനെ സമ്പന്നനായി ജീവിക്കാൻ സമ്പത്തിൽ ബർക്കത്ത് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ ദുആ കൊണ്ട് 100 മക്കൾ അനസ് ബിൻ മാലിക് തങ്ങൾക്കുണ്ടായിരുന്നു. വലിയ മുഹദ്ദിസുകളായ മക്കളുണ്ടായിരുന്നു. അവിടുന്ന് മക്കൾ വഫാത്തായതിന്റെ സവാബും അനസ് ബിൻ മാലിക് തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ അനസ് റളിയല്ലാഹു അൻഹുവിനെ വായിച്ചപ്പോൾ എല്ലാം അസൂയ തോന്നിപ്പോയി. അപ്പോഴാണ് ഈ അടുത്ത് ഞാൻ ഖസ്വാഇനെ വായിച്ചപ്പോൾ അനസ് ബിൻ മാലിക് തങ്ങളെക്കാൾ 15 ദിവസം ഏറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒട്ടിച്ചേർന്ന വാഹനമാണ് ഖസ്വാ. ആ ഖസ്വാ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിണങ്ങിയിട്ടില്ല. ഒരു യാത്രയിൽ തടസ്സമായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആറ്റുനോറ്റ് നടന്നതാണ് ഖസ്വാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിൽ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല, പിന്നെ വെള്ളം കുടിച്ചിട്ടില്ല. കരഞ്ഞ് 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 ബഖീഇന്റെ അടുത്ത് മരണപ്പെട്ടു പോവുകയാണ് ഖസ്വാ ചെയ്തത്. ആരോടാണ് അസൂയ വെക്കേണ്ടതെന്നറിയുന്നില്ല. ഇതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹപ്രപഞ്ചം? ഇതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഖ്ലാഖുൻ നബിയുടെ സൗന്ദര്യം? ഇതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ സൗന്ദര്യം? ഇനിയോ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ 1/2 നൂറ്റാണ്ടോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനു ശേഷം 48 കൊല്ലം ജീവിച്ചു. അവിടുത്തെ ഏക കന്യകയായ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിന്റെ അടുത്ത് ഒരു കർട്ടന്റെ ഇപ്പുറത്ത് ഒരു കൊച്ചു മുറിയിലല്ലേ 1/2 നൂറ്റാണ്ട് ജീവിച്ചത്. എന്തൊരു വലിയൊരു ലോകമാണ്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ വായിക്കുമ്പോൾ ഓ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിക്കണം, പഠിക്കണം. അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കണം. ഹുബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ ഫഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ. ആകെ ഒരു പ്രതീക്ഷയുള്ളത് ഈ വർത്തമാനം മാത്രമേ ഉള്ളൂ. ആകെ ഒരു പ്രതീക്ഷയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ പെട്ടു എന്നത് മാത്രമേ ഉള്ളൂ. തർജൂ ഉമ്മതഹു, ഈ ഉമ്മത്തിലൊരു മെമ്പറായതുകൊണ്ട്, അവിടുത്തെ പേര് പറഞ്ഞതുകൊണ്ട്, അവിടുത്തെ പേരിനെ ബഹുമാനിച്ചതുകൊണ്ട് രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയേ ഉള്ളൂ. ഓ മുഅ്മിനീങ്ങളെ, റബീഉൽ അവ്വലാണ്. ഒറ്റ ദിവസവും മുടങ്ങാതെ വീട്ടിൽ മൗലിദോദണം. നമ്മൾ ഓതിയാൽ പോര, മക്കളും ഭാര്യയും കുടുംബവും ഓതണം. എല്ലാ ദിവസവും സ്വലാത്തു ചൊല്ലണം. ഈ റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിലേക്ക് നമ്മൾ ഹയാത്താക്കണം.
ളുഹാ പതിവാക്കാത്തവർ അത് പതിവാക്കാൻ ശ്രമിച്ചോളൂ. അത് ഈ റബീഉൽ അവ്വലിന്റെ സമ്മാനമാണ്. ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലതുകാലിൽ ധരിക്കാൻ ശ്രദ്ധിച്ചോളൂ. അത് നമുക്ക് ചെലവില്ലാതെ അവിടുത്തെ ചര്യ തുടരാൻ ഒരു മാർഗമാണ്. മോതിരം ഇല്ലാത്തവർ ഒരു ചെറിയ മോതിരം ഇട്ടോളൂ. അതും അവിടുത്തെ സുന്നത്താണ്. ആ മോതിരം ധരിക്കുമ്പോൾ ആ സുന്നത്തിനെ ഇഹ്യാ ചെയ്യുന്നു എന്ന നിലക്ക് ഇട്ടോളൂ. അതിനും പ്രതിഫലമുണ്ട്. നഖം മുറിക്കാറുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ക്രമത്തിൽ വലതു കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് തുടങ്ങിയിട്ട് മുറിച്ചോളൂ. അത് മുറിക്കുമ്പോൾ എൻ്റെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണെന്ന ചിട്ടയിൽ അത് പാലിച്ചാൽ അതിനും പ്രതിഫലമുണ്ട്. ആദത്തുകൾ ഇബാദത്തായി മാറും. തലപ്പാവണിയുമ്പോൾ ഇരുന്നു കൊണ്ട് തലപ്പാവണിയരുത്, നിന്ന് തലപ്പാവണിഞ്ഞോളൂ. അത് സുന്നത്താണെന്ന ചിന്തയിലായാൽ അതിനും പ്രതിഫലമുണ്ട്. അങ്ങനെ സുന്നത്തുകളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർന്നപ്പോൾ ചൊല്ലിയ ദിക്റുണ്ട്. നമ്മളും പതിവാക്കാൻ ശ്രമിക്കണം. ആദ്യം ഉണർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുന്ന ആലു ഇംറാനിലെ അവസാനത്തെ 10 ആയത്തുകളുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. ആയത്ത് പതിവാക്കാൻ ശ്രമിച്ചോളൂ. അതൊരു സുന്നത്തിന്റെ ഇഹ്യാ ആണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് സുന്നത്തുകൾ വരുമ്പോൾ മദീനയിലെ രാജാവിന് വലിയ ഇഷ്ടമാകും. ആ നേതാവിന് വലിയ മഹബ്ബത്തുണ്ടാകും. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരാൻ മഹബ്ബത്തല്ലാതെ വേറെ ഒന്നുമില്ല. ഖുദാ കി റസാ चाहते हैं दो आलम खुदा चाहता है റസായേ മുഹമ്മദ്. അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രീതി കരസ്ഥമാക്കണം. ഈ ലോകത്തുനിന്ന് വിട പറയുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആ അക്മലായ അജ്മലായ അത്തമ്മായ അഫ്ളലുൽ ഖൽഖിനെ ഒന്ന് കാണണം. ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവിടുത്തോടുള്ള വിസ്വാലാകണം. ഖബറിലെത്തുമ്പോൾ നമ്മുടെ കാര്യം തീരുമാനിക്കാനുള്ള അവസാന ചോദ്യം ഇതാരാണെന്നല്ലേ? അപ്പോൾ അവിടുത്തെ തിരിച്ചറിഞ്ഞ് ഉത്തരം പറയാനാവണം. അല്ലാഹ് ഞങ്ങൾക്കതിന് തുണ നൽകണം റഹ്മാനേ. ഞങ്ങളുടെ ഉസ്താദുമാര് മാതാപിതാക്കള് പലരും മരണപ്പെട്ടു പോയവരുണ്ട്. എല്ലാവരുടെയും ദറജ ഉയർത്തി കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യണം അല്ലാഹ്. ഞങ്ങളെ ഒരാളെയും ഖായിബാക്കല്ലേ അല്ലാഹ്. ഈ പറഞ്ഞ മൗലിദിന്റെ മജ്ലിസ് കൊണ്ട് ഞങ്ങൾക്ക് മഹബ്ബത്തിന്റെ ദൗഖ് നൽകണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച ദീനനുസരിച്ച് ജീവിക്കാൻ, അവിടുന്ന് പഠിപ്പിച്ച ചിട്ടയിൽ ജീവിതം പുലർത്താൻ തൗഫീഖ് നൽകണം അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഇതുവരെ നിങ്ങൾ കേട്ടതിനോടുള്ളൊരു മഹബത്ത് വെച്ച് ഒരാളും മൗലിദ് കഴിയാതെ പോകരുത്. ഞാന് എൻ്റെ യാത്രക്കാരനായതുകൊണ്ടുള്ള മഴതൂറാണ്. ട്രെയിൻ മിസ്സായി പോയാൽ എനിക്ക് ഇനി ഇന്ന് പോകാന് നാട്ടിലേക്ക് പോകാനുള്ള ട്രെയിൻ സൗകര്യപ്പെടൂല. അതുകൊണ്ട് ഞാൻ നിർത്തിപ്പോവാണ്. ഇവിടെ എല്ലാവരും മൗലിദിൽ പങ്കെടുത്തിട്ട് എല്ലാവരും പോകാവൂ. കാരണം ഇത്രയും നേരം നമ്മൾ കേട്ടത് മലയാളത്തിലുള്ള മൗലിദാണ്. ഇതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ നല്ല റാഹത്തിൽ മൗലിദോതി സാദാത്തുക്കൾ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ദുആ ചെയ്ത് അത് തവസ്സുലാക്കുമ്പോൾ ഇജാബത്ത് കിട്ടും എന്ന വിശ്വാസത്തോടെ ഈ മൗലിദിന്റെ മജ്ലിസിൽ എല്ലാവരും പങ്കെടുക്കണം. എന്നിട്ടേ എല്ലാവരും പോകാവൂ. ഇത്രയും നേരം ഇരുന്നതിന്റെ ഒരു തുടർച്ച പൂർത്തീകരണമില്ലാതെ ആരും പോകരുത്. ആരും എഴുന്നേൽക്കുകയും വേണ്ട. ഇൻഷാ അല്ലാഹ് ഇവിടെ റാഹത്തായിട്ട് മൗലിദിന്റെ മജ്ലിസ് പൂർത്തീകരിക്കും. പിന്നെ നമുക്ക് വലിയൊരു ദൗത്യമുണ്ട്. സമസ്തയുടെ സമ്മേളനം, അതിന്റെ പ്രചാരകരായി നമ്മളെല്ലാവരും
എല്ലാം മാറി അതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും സംഘാടനങ്ങളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷികം ജനുവരി അവസാനത്തിൽ നടക്കുന്നതെല്ലാവരും അറിയും. 27 മുതൽ 31 വരെ എല്ലാവരും സമ്മേളനത്തിന്റെ പ്രചാരകരും പ്രവർത്തകരുമായി അതിന്റെ മുന്നോടിയായി നേതാക്കൾ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ ഏറ്റെടുക്കണം. ഇവിടെ SYS-ന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും SSF-ന്റെയും പ്രസ്ഥാന കുടുംബത്തിന്റെയും മുഴുവൻ പ്രവർത്തനങ്ങളിലും എല്ലാവരും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.